കോതമംഗലം ബ്ലോക്ക് ക്ഷീര സംഗമത്തിന് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ പതാക ഉയർത്തിയതോടെ സംഗമം ആരംഭിച്ചു. 10 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ക്ഷീര കർഷകർ സംഗമത്തിൽ പങ്കെടുത്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വടാശ്ശേരി ക്ഷീരസഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരസംഗമം 2024-2025 തുടങ്ങി. 10 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ക്ഷീരസംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷീര കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്ഷീരസംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ഷീര കർഷക സെമിനാർ, മികച്ച ക്ഷീര കർഷക അവാർഡ്, ബ്ലോക്കിലെ മികച്ച ക്ഷീരസംഘത്തെ ആദരിക്കൽ, ആധുനിക യന്ത്രങ്ങളുടെ പ്രദർശനങ്ങൾ, വിവിധയിനം സ്റ്റാളുകൾ, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികളാണ് ക്ഷീരസംഗമത്തിൽ ഒരുക്കിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ പതാക ഉയർത്തിയതോടെ സംഗമം ആരംഭിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 10 പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഏകദേശം 47ഓളം ക്ഷീര സംഘങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. ഞങ്ങളൊക്കെ ആദ്യമായി ജനപ്രതിനിധിയായി വരുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഈ ക്ഷീരമേഖല മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2020-21 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 4000ഓളം കുടുംബങ്ങൾ ഇത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വേറിട്ട സ്വഭാവമുള്ള 10 ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധി. അപ്പോൾ ഇത്രയേറെ ക്ഷീര കർഷകരുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ക്ഷീര കർഷകർക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ മനസ്സിന് ഒരു ദിവസക്കാലം ഉല്ലാസം നൽകുന്ന തരത്തിൽ വളരെ മനോഹരമായ തരത്തിൽ ഇത്തരത്തിൽ ഒരു ക്ഷീരസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷീര കർഷകർ വലിയ പ്രയാസത്തിലാണ്. ക്ഷീര കർഷകരുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ജനപ്രതിനിധികളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ പലപ്പോഴും ഇന്നും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞാനും മുൻകാലങ്ങളിൽ ഈ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ക്ഷീര കർഷകരുടെ പ്രയാസങ്ങൾ നന്നായി മനസ്സിലാക്കിയ വ്യക്തികൾ എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് തുടക്കം കുറിക്കുമ്പോൾ ഞങ്ങൾ മുന്നേ കാലേക്കൂട്ടി തന്നെ തയ്യാറാക്കി ഈ ക്ഷീരമേഖലയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് അല്പമെങ്കിലും ആശ്വാസമേകുന്നതിന് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ഏറ്റെടുക്കാമെന്നാണ് ഞങ്ങൾ ആലോചിച്ച ഉടൻ തന്നെ അന്നത്തെ ഡയറി ഓഫീസർ റമീസ് കൃത്യമായ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരികയും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 6ാമത്തെ ഭരണസമിതിയാണ്. ഭരണസമിതിയിൽ എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ക്ഷീര കർഷകർക്ക് ഏതെല്ലാം തരത്തിൽ സഹായിക്കാൻ കഴിയുമോ നമ്മളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണ്. ക്ഷീരമേഖലയിലെ സാമ്പത്തിക സ്രോതസ്സുകളും സംരംഭകത്വ സാധ്യതകളും എന്ന വിഷയത്തിൽ എറണാകുളം ക്ഷീര വികസന ഓഫീസർ CS രതീഷ് ബാബു സെമിനാർ നയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ ഉദ്ഘാടനം ചെയ്തു. വാരപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ്, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനീസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, PR സജീവ് കുമാർ, സീനിയർ ക്ഷീരവികസന ഓഫീസർ സുപ്രിയ ദേവി SP, നിരവധി ക്ഷീര കർഷകർ എന്നിവർ പങ്കെടുത്തു. മീഡിയ സിസ്റ്റിക് കോതമംഗലം.